അണ്ണാ അണ്ണാ ഇങ്ങോട്ട് നോക്കിയാണ്. ഇതെന്താടാ കല്ല? ഇതേ വെറും കല്ലല്ല, മാണിക്കക്കല്ല്. മാണിക്കല്ല? ഇത് നിനക്കവിടെ നിന്ന്? ഞാനേ ഇന്നലെ ചായപ്പിന്റെ അവിടെ ഇരുന്നപ്പോ എന്തിനാ വന്ന് തലയിൽ അടിച്ച്. ഞാൻ എടുത്തു നോക്കിയപ്പോ നല്ല തിളങ്ങണ കല്ല്. ഇത് തിളങ്ങണ കല്ലൊക്കെ ശരി തന്നെ, ഇത് മാണിക്കാണെന്ന് എന്റെ താര് പറഞ്ഞു. അണ്ണാ മാണിക്കം കടിച്ചു നോക്കി അറിയാൻ പറ്റുമെന്ന്. ഇത് ഉള്ളത് തന്നെയാടേ. പിന്നെ അല്ലാതാ. പക്ഷേ ഇത് വിൽക്കാൻ നമുക്ക് ആരെങ്കിലും കണ്ടുപിടിക്കണം കേട്ടാ. അതിനൊക്കെ എന്റെ ആളുണ്ട്. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, വാ പോവാം. അളിയ മനോജെ, എന്തായാലും അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ അളിയ ഒരു സാധനം കിട്ടി, അത് നീ ഒന്ന് വിറ്റ് തരണം. എന്തോ സാധനം അളിയെ കിട്ടിയ? അല്ല ഇതാരി? അണ്ണാ ഞാൻ ബിനു പൂവത്തൂർ. നീ പൂവി തൂറേ ഇലേ തൂറേ അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ ഈ കാറി കയറിയ തൂറേ ഞാൻ മൂക്കിടിച്ച് പരത്തും. അളിയ അവന്റെ പേരാണ് ബിനു പൂവത്തൂർ. അതെന്തായാലും ആയിക്കോട്ടെ. എവിടെ സാധനം എവിടെ? ദാണ്ടണ്ണ. എടാ ഇത് എന്തോന്ന് കല്ലെന്ന് പറഞ്ഞ നീയൊക്കെ? അണ്ണാ ഇത് മാണിക്കക്കല്ല്. ഇത് മാണിക്കല്ലും അല്ല, ഒരു മണ്ണാങ്കട്ടല്ല. ഇത് ആരെ മൂത്രത്തി കല്ല്. ഇവിടെ നോക്കട്ടെ. അണ്ണാ ഇത് ഞങ്ങളെ പറ്റിച്ച് നിങ്ങൾക്ക് മറിച്ചടിക്കാനുള്ള പരിപാടിയല്ലേ അണ്ണാ? മറിച്ചടിച്ചാലും തിരിച്ചടിച്ചാലും ഇത് മൂത്രത്തി കല്ല് തന്നെ. നീ ഏതെങ്കിലും ഡോക്ടറിന്റെ അടുത്തോണ്ട് കാണിച്ചു നോക്ക്. ഡേയ് തർക്കിക്കാൻ പറ്റും, ചിലപ്പോ ആയിരിക്കും. നിങ്ങൾ രണ്ടെണ്ണം കൂടെ ചേർന്ന് എന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണല്ലേ? എനിക്ക് മൂത്രത്തിൽ കല്ലുള്ള കാര്യം നിനക്കറിയാലോ. ഓ അറിയാം. ഇന്നലെ ഞാനേ മൂത്രം ഒഴിച്ചിട്ടപ്പോ ക്ലോസറ്റിൽ വെറും തട്ടിത്തെറിച്ച് പോണത് തന്നെ. അതായിരിക്കും നിന്റെ തലയിൽ വീണത്. അതാണോ ഞാൻ എടുത്തു വെച്ച് കടിച്ചത്? എന്നാലും ഇത് എന്തിനളിയാ? 1.5 ഇഞ്ച് പൈപ്പാ ഫിറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇത്രയും വലിയ കല്ലൊക്കെ അതിനകത്തൂടെ വരെ